بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله وبركاته. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മദ്രസ പഠന രംഗത്ത് എല്ലാ ആളുകൾക്കും മാതൃകയായ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘം എന്ന നിലയ്ക്ക് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് കേരളത്തിൽ തുടക്കം കുറിക്കേണ്ടതും അത് വൃത്തിയായി പര്യവസാനിപ്പിക്കേണ്ടതും നമ്മൾ തന്നെയാണ് എന്ന ബോധം ഉള്ളതുകൊണ്ടാവാം മദ്രസയിലെ അധ്യാപകർ മാത്രമല്ല, ധാരാളം ഈ സംഘത്തോടും ഈ സമീപനത്തോടും താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാവിലെ ശ്രീ സയ്യിദ് ഫാറൂഖി അവതരിപ്പിച്ച വിഷയവും അത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ഞങ്ങൾ രണ്ടുപേർക്കും തന്ന വിഷയം ഏകദേശം സമാനമായ വിഷയമായതുകൊണ്ട് തന്നെ ഞാനും അദ്ദേഹവും അവതരിപ്പിക്കുന്നതിൽ ചില സമാനതകൾ കണ്ടാൽ നിങ്ങൾ സഹിക്കുകയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. എനിക്കിന്ന് സാധാരണ ഇങ്ങനെയുള്ള യാത്രയിൽ ബസ്സിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനൊരവസരം ഉണ്ടാവാറുണ്ട്. ഇങ്ങോട്ടുള്ള യാത്രയിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ, പേര് നമ്മളോടൊക്കെ ബന്ധപ്പെട്ടതാണെങ്കിലും അത്യാവശ്യമായ ഒരു വെള്ളത്തിൻ്റെ ഒരു അഡീഷനിൽ എൻ്റെ അടുത്ത സീറ്റിൽ തന്നെ വന്നിരുന്നതിനാൽ സത്യത്തിലൊന്നും ആലോചിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാനിവിടെ സ്റ്റേജിൽ നിന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്നെ ചിരിപ്പിക്കുകയുണ്ടായി. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു, ഞാനീ പറഞ്ഞത് നീ ഖുർആനിലും ഹദീസിലൊന്നും തിരഞ്ഞാൽ കാണൂല എന്നാ പറഞ്ഞു തുടങ്ങിയത്. എന്നോട് ചോദിച്ചു, ഇബ്ലീസിനെ പുറത്താക്കുമ്പോൾ എന്തോന്ന് പറഞ്ഞീനല്ലോ. ഞാൻ പറഞ്ഞു, എല്ലാവരെയും വഴിപിഴപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇനി പറയുന്നതാണ് നീ എവിടെയും കാണാത്തത്. അദ്ദേഹം പറഞ്ഞു, ഇബ്ലീസ് അങ്ങനെ പോയി, പുറത്തേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരിച്ചു വന്നിട്ട് പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ കുറേ കാലം കഴിയുമ്പോൾ ലോകത്താകമാനം ഇസ്ലാമിക രംഗത്തൊരു നവോത്ഥാനം ഉണ്ടാവുകയും നരകത്തിൽ വന്നു ഭവിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അക്കാലത്ത് ഉപയോഗിക്കാൻ എനിക്ക് 2 സാധനം നീ തരും എന്ന് വാക്ക് തരണമെന്ന് പടച്ചവനോട് പറഞ്ഞു എന്നാണ്. ഇത് എവിടെയും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആവർത്തിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് സർ? 1 ടെലിവിഷനാണ്, 2 ക്രിക്കറ്റാണ്. ഈ 2 സാധനവും നീ തന്നാൽ പടച്ചോനെ ലൗവിയന്നക്കും മജ്മഈൻ എന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമാക്കിക്കൊള്ളാന്ന് അന്ന് ഇബ്ലീസും അള്ളാഹിയേറ്റൊരു കരാറുള്ളത് നിനക്കറിയോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരു പരിപാടി പങ്കെടുക്കാൻ, ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയ്ക്കും ഞാനിവിടെ ഇറങ്ങുക ചെയ്തത്. സത്യത്തിൽ എനിക്ക് വല്ലാതെ രസമാണ് തോന്നിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, മദ്രസകളിൽ വെച്ച് നടക്കുന്ന വിദ്യാഭ്യാസം, മദ്രസയിൽ നമ്മൾ വിശ്വാസപരമായത് പഠിപ്പിക്കാൻ 2 മണിക്കൂറേ വേണ്ടതുള്ളൂ. ശരിക്ക് ആരാധനപരമായത് പഠിപ്പിക്കാൻ ഏതെങ്കിലും കുറച്ച് ആഴ്ചകളെ വേണ്ടതുള്ളൂ. പക്ഷേ വിശ്വാസം മനസ്സിലെ ചൈതന്യമായി ജീവിതത്തിൽ സർവ്വകാലവും നിലനിൽക്കുന്ന ആവേശമായി മാറുന്ന തരത്തിലുള്ള വിശ്വാസ പഠനം നടക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ ഇവിടെ പണ്ഡിതന്മാരൊക്കെ ചർച്ചയിൽ നിന്ന് കുറച്ചുകൂടി മദ്രസ പഠനം കുട്ടികളെ മോറലായി ചിന്തിക്കാൻ
അപര്യാപ്തമാണെന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് തന്നെ മദ്രസ പഠനവും അറബി കോളേജ് പഠനവും ലഭിച്ച എന്ന് പറഞ്ഞാൽ ഖുർആൻ അഫ്ളുൽ ഉലമ കഴിഞ്ഞാൽ ഏകദേശം ഖുർആന്റെ ഏകദേശം ഭാഗവും ഹദീസും ഒക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ നാം വിചാരിക്കാത്തത്രയും മോശമായി പെരുമാറുന്ന പത്ര റിപ്പോർട്ടുകൾ ഒരു ഉത്ഭുതരായ ജനതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ചിന്തയ്ക്ക് പാത്രീഭൂതമാവേണ്ടതാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അറബി കോളേജിൽ അഫ്ളുൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരാഴ്ച മുമ്പ് തൻ്റെ വീട്ടിൽ വാതിൽ വെക്കാൻ വന്ന ഒരു ആശാരിയുടെ കൂടെ ഒളിച്ചോടിപ്പോയത്. മുമ്പ് അവിടെ ജോലി ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല, വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടില്ല. അവളെ കല്യാണത്തിന് വേണ്ടി മാത്രം 100-ലധികം പവൻ ആഭരണവും ഉപ്പ ശേഖരിച്ചു. ഇവളെ സമ്മതം മാത്രമേ കിട്ടേണ്ടതുള്ളൂ. എന്താ കുഴപ്പം പറ്റിയത്? നമ്മളെ മദ്രസ പഠനങ്ങൾക്ക് എന്താണ് കുഴപ്പം പറ്റിയത്? നമ്മൾ ആലോചിക്കണം. നമ്മൾ പഠനം നടക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് 2-3 ഘട്ടമായി തിരിക്കാം നമുക്ക്. ഒന്ന്, നമ്മൾ പഠിക്കണം, പക്ഷെ എപ്പോഴും പ്രയോഗിക്കേണ്ടി വരില്ല. ഇപ്പോൾ ഉദാഹരണമായി നീന്തൽ നമ്മൾ അറിയണം, പക്ഷെ അതെപ്പോഴും വെള്ളത്തിൽ വീഴുമ്പല്ലേ നീന്തേണ്ടി വരുള്ളൂ. നീന്തൽ അങ്ങനെയാണ് ചില സംഗതികൾ. ചിലത് ദിവസേന ചില കൃത്യസമയങ്ങളിൽ നമസ്കാരം പോലെയുള്ള അങ്ങനെയുള്ള ചില സമയങ്ങളിൽ പ്രയോഗിക്കേണ്ടത്. ചിലത് ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും നമ്മളെ ജീവിതചര്യയിൽ ഉണ്ടാവേണ്ട സത്യം പറയൽ പോലെയുള്ള അല്ലെങ്കിൽ ഗുണകാംക്ഷ പോലെയുള്ള ചില ഗുണങ്ങൾ. അതിലൊന്ന് ഏറ്റവും നിസ്സാരമായ ഒരു സത്യം പറയൽ മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കുക. മദ്രസയിൽ സത്യം പറയണമെന്നാണ് കുട്ടി പഠിക്കുന്നത്. ഇനി നേരെ കുട്ടി വീട്ടിൽ തിരിച്ചു വരുന്നു. 1-ാം ക്ലാസ്സിലെ ഒരു അൻവർ വീട്ടിലെത്തിയപ്പോൾ അടുത്ത വീട്ടിലൊരു സ്ത്രീ വന്ന് വീട്ടിലെ ഉമ്മയോട് ചോദിക്കുകയാണ്, അല്ല ഖദീജ, ഇവിടെ ഉണ്ടായിരുന്ന പടന്ന, ഇവിടെ കൈക്കോട്ട് എന്ന് പറയും, കൈക്കോട്ട് ഒന്ന് തരാമോ? ഉടൻ ഈ വീട്ടിലെ ഇവൻ്റെ ഉമ്മയുടെ മറുപടി, അത് അടുത്ത വീട്ടിൽ അബൂബക്കർക്ക് കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടൻ അൻവർ വിളിച്ചു പറയുന്നു, ഉമ്മ കൈക്കോട്ട് അത് ആലൻ്റെ അടുത്ത് കിടക്കുന്നു. ആ കൊണ്ടുവന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് സ്ത്രീ എടുത്ത് കൊണ്ടുപോകുന്നു. പോയ ഉടനെ ഉമ്മ അൻവറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, നിന്നോട് ആരാ അത് പറയാൻ പറഞ്ഞത്? ഞാൻ കാണാത്തോണ്ടാ? അവള് കൈക്കോട്ട് കൊണ്ടുപോയി തിരിച്ചു തരൂലെന്ന്, അത് വൃത്തിയെ തരൂല. 1-ാം ക്ലാസ്സിൽ അൻവറിൻ്റെ മനസ്സിൽ സംഘട്ടനം തുടങ്ങി. പഠിച്ചോണെ, ഞാൻ സത്യമാണോ പറയേണ്ടത്, കളവാണോ പറയേണ്ടത്? എൻ്റെ ഗുരുവര്യൻ എനിക്ക് പറഞ്ഞു തന്നൊരു സത്യം പറയണമെന്ന്, എൻ്റെ ഉമ്മ പറയുന്നത് സത്യം പറയേണ്ടതാണ്. ഇനി അവൻ വീട്ടിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇബിലീസിൻ്റെ ആയുധമുണ്ടല്ലോ, ചാനൽ കാണാൻ തുടങ്ങുമല്ലോ. തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ നാട്ടുകാരുടെ ഒക്കെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. ഒരു പ്രസ്താവന കഴിഞ്ഞു, ഉടനെ അത് നിഷേധിക്കുന്നു. കളവ് പറയൽ മാത്രമാണ് ഈ ലോകത്ത് നിലനിൽക്കാനുള്ള ഒരു അവസ്ഥ എന്ന് കുട്ടി ഇങ്ങനെ ഗ്രാജ്വലി കാലക്രമേണ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ട് വരികയാണ്. അവിടെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്താണ് നിസ്സഹായരായി മാറുകയാണ്. കുട്ടിയുടെ മനസ്സിൽ ഇതൊന്നും കടന്നു കയറുന്നേയില്ല. കുട്ടിയുടെ മനസ്സിൽ നമ്മൾ ഉപദേശം അവിടെ പറഞ്ഞല്ലോ, നമ്മളെ വിഷയം അവതരിപ്പിച്ച അദ്ദേഹം സുഹൃത്ത് അവസാനം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള കുട്ടികളെ ലഭിക്കാൻ എന്താണ് മാർഗം? ആ തരത്തിലേക്ക് പുലവത്ത് സൂചിപ്പിച്ചതുപോലെ കരിക്കുലം റിവിഷൻ്റെ കാര്യത്തിലും ആ കരിക്കുലം ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലും നമ്മളൊരു ചെറിയ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ സമയവും ഈ ധനവും ഒക്കെ വേസ്റ്റാണ്. അപ്പം അതിനെന്താ മാർഗം? കുട്ടിക്ക് ഇപ്പോൾ ചില പാഠപുസ്തകങ്ങളിൽ, സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ തന്നെ ചില ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ കുട്ടിയുടെ മനസ്സിനെ മാന്തിപ്പറിക്കണം, അസ്വസ്ഥമാക്കണം. അവിടുന്ന് കുട്ടി തൻ്റെ ആശയങ്ങളും തൻ്റെ ധാരണകളും അധ്യാപകൻ പറഞ്ഞു കേൾക്കുകയല്ല, രക്ഷിതാവ് പറഞ്ഞു കേൾക്കുകയല്ല, കുട്ടി സ്വയം നിർമ്മിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, 5-ാം ക്ലാസ്സിലുള്ള ഒരു സ്കൂളിലെ ഒരു പാഠപുസ്തകത്തിലെ
ഒരു ചെറിയ സംഭവമാണ്. അത് എല്ലാവരും അറബി അധ്യാപകരും അത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. ഓറിയൻ്റൽ വിഭാഗത്തിലുള്ള ആളുകൾ മാത്രമേ അത് കണ്ടിട്ടുണ്ടാവുള്ളൂ. സംഭവം ഇങ്ങനെ നിസ്സാരമായ ഒരു ചെറിയ ഒരു നെറേറ്റീവാണ്. ഒരു വീട്ടിൽ ഒരു ഡോക്ടറും രോഗികളെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ തന്നെ ഉമ്മ അവിടെ അടുക്കളയിൽ എന്തോ ജോലിയോ അങ്ങനെയൊക്കെയായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ 2 മക്കൾ കടന്നു വരുന്നത്. ഒരു ചെറിയ മോളും കുറച്ച് മുതിർന്ന ഒരു മോൾ. ഉപ്പാൻ്റെ അടുത്ത് കയറി സലാം പറഞ്ഞ് അകത്തേക്ക് കയറി ഉമ്മാൻ്റെ അടുത്ത് സലാം പറഞ്ഞപ്പോഴേക്കും ഉമ്മ മൂത്ത മകളെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ നിന്റെ മുഖത്തെന്താണ് ഒരു ക്ഷീണം? നിന്റെ മുഖം ചുവന്നിരിക്കുന്നല്ലോ. മോള് പറഞ്ഞു, ഉമ്മ ഞാൻ വെയിലത്ത് നടന്നു വരികയല്ലേ. അല്ലല്ല, വെയിലത്ത് നടന്നു വന്ന ഇങ്ങനെ ക്ഷീണം ഉണ്ടാവില്ല. പിടിച്ചു വലിച്ചു ഉപ്പാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ പൈസ വാങ്ങി പെട്ടി ഇങ്ങനെ നിറച്ചോളി, മക്കളെ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട ഉമ്മ പറയുന്നു. ഡോക്ടർ വെറുതെ ഒന്ന് പേരിനൊന്ന് പരിശോധിച്ച് മോള് പറഞ്ഞു, എനിക്കൊന്നുമില്ല ഉപ്പ, ഞാൻ വെയിലത്ത് നടന്നു വന്നത് കൊണ്ടാണ്. ഈ നെറേറ്റീവ് അവസാനിക്കുന്നത് മെഡിസിന് പഠിക്കുന്ന ഈ മൂത്ത കുട്ടി എന്ന് പറയുന്ന കുട്ടി ഈ ഉമ്മയുടെയോ ഈ ഉപ്പയുടെയോ മകളെയല്ല. ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉപ്പ നേരത്തെ മരിച്ചുപോയി, പിന്നെ ഉമ്മയും മരിച്ചുപോയി, അനാഥമായി നിന്ന് കരയുന്ന ഒരു കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് വളർത്തിയ ഒരു ഡോക്ടറുടെ സ്വന്തം മകളെക്കാൾ ഈ കുട്ടി മെഡിസിനാണ് പഠിക്കുന്നത്. നിങ്ങൾ അറിയണം, വീട്ടിൽ അടുക്കള വേലക്ക് നിർത്തിയതല്ല. മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തം പഠിച്ച മോൾ കൂടെയുണ്ട്, അവൾക്ക് ക്ഷീണമുണ്ടോ, അവളെ മുഖം ചുവന്നിട്ടുണ്ടോ എന്ന് നോക്കാത്ത ഒരു ഉമ്മ, അവരെ പരിശോധിക്കുന്ന ഉപ്പ. ഇത് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ പഠിച്ചവന് എനിക്കും ഒരു അനാഥമായ കുട്ടി എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടനായി, എൻ്റെ അനുജനായി, എൻ്റെ സഹോദരിയായി, സഹോദരനായി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 2 സൈക്കിളുണ്ട്, ഞാൻ 1 കൊടുക്കും, എനിക്ക് 2 വാച്ചുണ്ട്, ഞാൻ കൊടുക്കും, ഉപ്പ വരുമ്പോൾ 2 കമ്പ്യൂട്ടർ കൊണ്ടുവരാൻ ഞാൻ പറയുമെന്ന് പറയുന്ന തലത്തിലേക്ക് കുട്ടിയുടെ മനസ്സിനെ മാന്തിപ്പറിക്കുന്ന ആശയങ്ങളായി നമ്മൾക്ക് കുട്ടികൾക്ക് നൽകിയാൽ മാത്രമേ കുട്ടികളെ ഇനി നമ്മൾ വരുതിയിൽ നിൽക്കുകയുള്ളൂ. കുട്ടി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ പഠിക്കുന്നതിനെതിരാണ്. നിങ്ങൾക്ക് മനസ്സിൽ കൈവച്ച് ഹൃദയത്തോട് തൊട്ടിട്ട് ഈ പുതിയ യുഗത്തിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ പറയാൻ കഴിയും, എൻ്റെ വീട്ടില് വാർത്തകൾ പോലും മുഴുവൻ കാണാൻ കഴിയാത്ത ടെലിവിഷൻ ഇല്ലെന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ വളരെ അപൂർവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. വാർത്ത കാണാനല്ലേ എന്നൊക്കെ പറയാ. വാർത്തകൾക്കിടയിലുള്ള ഒരു പരസ്യം, ഇതെന്താണ് ഉമ്മ എന്ന് ചോദിച്ചാൽ, എന്താണ് ഉപ്പ എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് പോവുകയല്ലാതെ നിർവാഹമില്ലാത്തൊരു ലോകത്താണ് മദ്രസയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു ഹൃദയം സംസ്കരിക്കപ്പെട്ട ഒരു കുട്ടികളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ബഹുമാന്യനായ പുലവത്ത് സൂചിപ്പിച്ചതുപോലെ കരിക്കുലത്തിൽ കൃത്യമായ മാറ്റം ഉണ്ടാവണം, അതിന് ട്രാൻസാക്ഷനിൽ കൃത്യമായ മാറ്റം ഉണ്ടാവണം, അവരുടെ മനസ്സിൽ കൃത്യമായ ചില സാധനങ്ങൾ കടന്നു വരുന്ന തരത്തിലുള്ള ചില ഉദാഹരണങ്ങൾ അവർക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ സത്യം പറയുക എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ 2 കുട്ടികൾ തമ്മിൽ ഉള്ള പ്രായത്തിൻ്റെ വ്യത്യാസം 1 വയസ്സായിരുന്നു. 1-ാം ക്ലാസ്സിൽ ഒന്ന് 1-ാം ക്ലാസ്സിലല്ലാതെയും മദ്രസയിൽ പോകും. മദ്രസയിൽ ചെന്നിട്ട് എൻ്റെ കുട്ടിയോട് സുബൈ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു നിസ്കരിച്ചു. എപ്പോഴാണ് നിസ്കരിച്ചത്? 7 മണിക്കാണ്. 7 മണിക്കാവളോണമെന്ന് 7 മണിക്കാണ് നിസ്കരിച്ചത്. നിസ്കാരക്കുപ്പായ ഇട്ടിരുന്നോ? ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ നിസ്കരിച്ചത്. കൈ നീട്ട് 2 അടി കൊണ്ടു. ഒന്ന് നേരം സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചതിനും, ഒന്ന് നിസ്കാരക്കുപ്പായ ഇടാതെ നിസ്കരിച്ചതിനും 2 അടി. തൊട്ട വീട്ടിലെ അടുത്തൊരു കുട്ടിയില്ല, അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത്. അവളോട് ചോദിച്ചു നിസ്കരിച്ചു പറഞ്ഞു. എപ്പോഴാണ്? 5:30, 5:30 നിസ്കരിച്ചു പറഞ്ഞു. അപ്പോൾ നിസ്കാരക്കുപ്പായ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. പക്ഷെ അവർ കുട്ടികൾ തമ്മിലുള്ള വർത്തമാനത്തിൽ കുട്ടി പറഞ്ഞു, ഞാൻ നിസ്കരിച്ചിട്ടുമില്ല, പിന്നെ നിസ്കാരക്കുപ്പായ ഇട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എൻ്റെ കുട്ടിക്ക് മാനസിക സംഘടനയായി. എന്താണ് പ്രശ്നം? ഉപ്പിനോട് ചോദിച്ചു, ഉപ്പക്കളവ് പറഞ്ഞാൽ അടി കൊള്ളൂലല്ലേ? ഒരു നിസ്സാരമായ ചോദ്യമായി നിങ്ങളതിനെ കരുതരുത്. നമ്മൾ പാഠ്യപദ്ധതിയിലെ ചില വിഷയങ്ങൾ
ആ പുലവത്ത് സൂചിപ്പിച്ച പോലെ കൃത്യസമയത്താണോ നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ആവശ്യമായ സമയത്തല്ല ചില സാധനങ്ങളൊന്നും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടകത്തിൻ്റെ സക്കാത്ത് എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അടികൊണ്ടൊരു വിഷയമാണ്. അതിൻ്റെ കണക്ക് 5 ഒട്ടകത്തിൻ്റെ ഒട്ടകം 10 ഒട്ടകം എന്ന് പറഞ്ഞ് തീർക്കാത്തതുകൊണ്ട് എങ്ങനെയായാലും തെറ്റിപ്പോകുന്നതുകൊണ്ട് അടികൊണ്ട്. നമ്മുടെ മദ്രസകളിൽ ചിലപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വന്തമായി നടത്തുന്ന നല്ല മദ്രസകളും സ്ഥാപനങ്ങളും ഉണ്ട്. അതായത് സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിച്ച് നടത്തുന്നത്. അവിടെ കണക്ക് പഠിപ്പിക്കാൻ ഏറ്റവും അധികം പ്രായോഗികമായി ഉപയോഗിക്കുന്നത് സക്കാത്താണ്. കാരണം ഈ കേരളം മുഴുവനും ഏത് പുസ്തകം എടുത്തു നോക്കിയാലും ശതമാനം പഠിപ്പിക്കാൻ പലിശ അല്ലാത്തൊരു മാർഗവും കേരളത്തിലില്ലല്ലോ. സ്കൂളിലെ പുസ്തകം എടുത്തു നോക്കി ഈ 6 പഠിപ്പിക്കാനും പലിശ പഠിപ്പിക്കാൻ ശതമാനം പഠിപ്പിക്കാൻ പലിശയാണ്. ഒരാൾ ബാങ്കിൽ 10% നിക്ഷേപിച്ചു എന്നല്ല. എത്ര കൃത്യമായി പ്രായോഗികമായി സക്കാത്തിൻ്റെ ഇതും അതിൻ്റെ അളവുകളും അതിൻ്റെ ശതമാനവും ഒക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് മതപഠനത്തെയും ഈ ഭൗതിക വിജ്ഞാനത്തെയും ഒന്നിച്ച് എന്താണ് പറയുക സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയും. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടി അല്ലെ 2ാം ക്ലാസ്സിലെ കുട്ടി അല്ലെ 3ാം ക്ലാസ്സിലെ കുട്ടി അല്ലെ 4ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇത്ര നെല്ലുണ്ട്, അതിന് ഞാൻ ഇത്ര സക്കാത്ത് കൊടുക്കണമെന്നാണ്. കണക്ക് കുറച്ചുകൂടി വലുതായി 7ാം ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടി പറയാ എൻ്റെ വീട്ടിലല്ല 1000 ഇടങ്ങണി നെല്ലുണ്ടെങ്കിൽ 1000 പറ നെല്ലുണ്ടെങ്കിൽ അവന് ഇത്ര സക്കാത്ത് കൊടുക്കണമെന്നാണ്. 1ാം ക്ലാസ്സിലോ 2ിലോ 3ിലോ ഞാൻ എൻ്റെ വീട്ടിൽ ഇത്ര സക്കാത്ത് കൊടുക്കണമെന്ന് പഠിച്ച കുട്ടി വീട്ടിൽ ചെന്ന് ചോദിക്കും, ഉപ്പ നമുക്ക് ഇപ്രാവശ്യം ഇത്ര നെല്ലുണ്ടായിരുന്നു, ഇത്ര ഉണ്ടായി. അപ്പോൾ ഉപ്പ ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം, ഇത്ര ഇടങ്ങായി കൊടുക്കണമല്ലോ. ഈ കുട്ടിയാണ് അവൻ വലുതായാലും സക്കാത്ത് കൊടുക്കുന്ന കുട്ടി. നേരെ മറിച്ച് ഒട്ടകത്തിന് സക്കാത്ത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒട്ടകത്തിന് 2 കാര്യങ്ങൾക്കാണ് എനിക്ക് ഇമ്മാ തറയിന അസ്ലുഹു തെറിയീന എന്നുള്ളതിനും അതുപോലെ ഒട്ടകത്തിൻ്റെ സക്കാത്ത് 2 അടിയാണ് ഞാൻ ചെറുപ്പത്തിൽ വാങ്ങി വെച്ച് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രായോഗികമായി മദ്രസ വിദ്യാഭ്യാസത്തെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിൽ ആശയങ്ങൾ ഗ്രഹിക്കാൻ വളരെ കുറഞ്ഞ കാര്യങ്ങളും മനസ്സിലിത് കൃത്യമാക്കി ആണി തറച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് എന്ത് വരുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരിശുദ്ധി ഞാൻ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് ബോധ്യം വരുന്ന തരത്തിൽ അവൻ്റെ മനസ്സിനെ ഉറപ്പിക്കാവുന്ന അവൻ്റെ മദ്രസ പഠനത്തിൻ്റെ മാറ്റങ്ങൾ നമ്മൾ മദ്രസകളിൽ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കുന്ന തരത്തിൽ കരിക്കുലർ റിവൈസ് ചെയ്യണം. അധ്യാപകരെ എനിക്കിവിടെ ധാരാളം സ്ത്രീകളെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഇവിടെ കാണുന്ന അധികം ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടും നമ്മുടെ മദ്രസകളിൽ ധാരാളം സ്ത്രീകളാണ് പഠിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏതോ ഒരു ക്ലാസ്സിലെടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഒരു സ്ത്രീ കുട്ടികളുമായുള്ള ബന്ധം അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ അധ്യാപികമാർക്ക് കഴിയണം. കാരണം സമയം കഴിയാറായിപ്പോയെന്ന് തോന്നുന്നുണ്ട്, ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കുട്ടിയുടെ മനസ്സിനെ ഏറ്റവും അധികം ആകർഷിക്കാൻ, ഏറ്റവും അധികം അടുപ്പിച്ച് നിർത്താൻ കഴിയുക സ്ത്രീകൾക്കാണ്. നേരെ അതിനെ വിദൂരമാക്കി മാറ്റാനും കഴിയുക സ്ത്രീകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്തമാണ് അവർക്ക് ഈ രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നത് 1-2 കൊല്ലം മദ്രസയിലുണ്ടാവും, പിന്നെ മദ്രസയിലുണ്ടാവില്ല, പിന്നെ 2 കൊല്ലം വേറെ ആൾ വരും. അങ്ങനെ വരുന്നൊരു ഘട്ടം അല്ലേ സമയം കഴിഞ്ഞത് ആയിട്ട് അനുഭവപ്പെടുന്നു. എവിടെ എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ കണ്ടുമുട്ടാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഈ കേരളത്തിലെ ഒരു 20 കൊല്ലത്തേക്കുള്ളൊരു വിഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും കുറഞ്ഞത് ഈ ബുക്കുകൾ നടപ്പിലാക്കുന്ന കാലഘട്ടമാണിത്. എൻ്റെ നാട്ടിലൊരാൾ 20 കൊല്ലം അബോധാവസ്ഥയിൽ കടന്നിരുന്ന ഒരു മദ്രസാധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആക്സിഡന്റ് പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരു ബോധം തെളിഞ്ഞപ്പോൾ എല്ലാവരും അപരിചിതരാണ്. ഭാര്യ വയസ്സായിപ്പോയി, കുട്ടികൾ വലുതായിപ്പോയി, ഒരാളെ ഓർമ്മ വരുന്നില്ല.
പക്ഷെ അയാൾക്ക് ഓർമ്മ വന്ന ഒരൊറ്റ സാധനം ഉണ്ടായിരുന്നുള്ളൂ. മദ്രസയിൽ കൊണ്ടുപോയപ്പോൾ ഒരു മാറ്റവും ഇല്ല. പഴയ മേശ, പഴയ കസേര, അതുപോലെ ഒരു ചൂരല്, അതുപോലെ തന്നെ ജിൽ തിളകിപ്പോയ ഒരു മുസഫ്, അതൊക്കെ അവിടുത്തെ അങ്ങനെ തന്നെ ഉണ്ട്. അത് ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു വലിയ പരിവർത്തനം നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനൊരു മുന്നോടിയായി ഈ സെമിനാർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ എം സലാഹുദ്ദീൻ മദനി, സി അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി, ശ്രീ പി എം എ ഗഫൂർ, ശ്രീ കുഞ്ഞ് മുഹമ്മദ് പുലവത്ത്, ശ്രീ സി ടി അഹമ്മദ്, പി സഫറുള്ള, എൻ ബി അബ്ദുറസാഖ് മാസ്റ്റർ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ആദ്യമായി വൈകിയെത്തേണ്ടി വന്നതിൽ ഖേദം അറിയിക്കുന്നു. തീർത്തും എൻ്റെ കയ്യിലല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് വൈകിയെത്തേണ്ടി വന്നത്. എൻ്റെ ജോലി ഈ വിദ്യാഭ്യാസ സെമിനാറിലെ വിഷയം മതപഠനം മാനവശുദ്ധിക്ക് എന്നുള്ള സെമിനാറിൻ്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം അവസാന ഭാഗത്തേക്ക് മാറിപ്പോയി. ഞാൻ കൂടി വന്നാൽ ഒരു 4-5 മിനിറ്റേ ഇവിടെ നിൽക്കത്തുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഈ മദ്രസ അധ്യാപക സമ്മേളനത്തിൽ എനിക്ക് പറയണമെന്ന് പ്രസക്തമായി തോന്നിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ എണ്ണമിട്ട് പറയാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഈ ലോക ജനസംഖ്യയിൽ, ഈ പ്ലാനറ്റിലുള്ള ജനസംഖ്യയിൽ 4 പേരെടുത്തു കഴിഞ്ഞാൽ ഒരാൾ മുസ്ലിമാണ്. അതായത് 700 കോടി ജനങ്ങൾ ഉള്ള ഇന്ത്യയിലല്ല, ഈ ലോകത്ത് ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 28% മുസ്ലിങ്ങളാണ്. കേരളത്തിൽ വന്നാൽ അത് 6-1 മാറും. ഇന്ത്യയിലാണെങ്കിൽ മൊത്തത്തിൽ അത് വീണ്ടും 4-1 മാറും. കേരളത്തിൽ 4-1 പറയുമ്പോൾ ഏതാണ്ട് 80 ലക്ഷം മുസ്ലിങ്ങൾ. ഈ 80 ലക്ഷം മുസ്ലിങ്ങളുടെ മതപഠനത്തിന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 15,000-ത്തിലധികം മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥാപനം, ഈ കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ തന്നെ 311ഓളം മദ്രസകളുണ്ട്. ഈ അധ്യാപകർ നമ്മുടെ മതപഠനത്തിനൊപ്പം മറ്റ് ഭൗതിക പഠനവും നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ചില വസ്തുതകൾ പറയാം. ഇന്ത്യയിൽ 121 കോടി ജനങ്ങളുള്ളതിൽ 4-1 മുസ്ലിങ്ങളുള്ളതിൽ ഏറ്റവും കുറവ് ഗ്രോസ് എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോളേജിൽ പോകുന്ന കുട്ടികൾ ഏറ്റവും കുറവുള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ശരാശരി 9 കുട്ടിക്ക് ഹയർ എഡ്യൂക്കേഷനിൽ പോകാൻ പറ്റുന്നുള്ളൂ. 91 കുട്ടികൾക്ക് സാധിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ വരെയാണെങ്കിലും സ്വല്പ വ്യത്യാസമുണ്ടെങ്കിലും ഭാഗ്യത്തിന് നമ്മുടെ മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനം. മദ്രസ വിദ്യാഭ്യാസത്തിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് മതപഠനത്തിനാണ്. ഈ മദ്രസകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പല സ്ഥലത്തും വളരെയധികം കെട്ടിടങ്ങൾ, നല്ല കെട്ടിടങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. അത് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ ബാക്കി സമയം കൂടി എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം? അത് ഒരു ചോദ്യമായി നിൽക്കുകയാണ്.
ഇന്ന് ലോകത്തെങ്ങുമുള്ള ഭരണകർത്താക്കൾ പറയുന്ന ഒരു വാചകം, സമൂഹത്തിന് നന്നാവണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, സമാധാനത്തിന് വിദ്യാഭ്യാസം വേണം, ഡെവലപ്മെൻറ്റിന് വിദ്യാഭ്യാസം വേണം. നോളജ് ഈസ് മണി, നോളജ് ഈസ് പവർ, നോളജ് ഈസ് നീഡഡ് ഓർ പീസ് ത്രൂ നോളജ്, ഡെവലപ്മെൻറ്റ് ത്രൂ നോളജ് എന്നുള്ള മുദ്രാവാക്യം പറയുന്നതിനോടൊപ്പം പറയുന്ന ഒരു വാചകമാണ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് ത്രൂ വിമൻ, വിമൻ എഡ്യൂക്കേഷൻ, വിമൻ എംപവർമെൻറ്റ് എന്നുള്ള മുദ്രാവാക്യം ഏത് പ്ലാറ്റ്ഫോമിലും കേൾക്കുന്നതാണ്. നമ്മൾ മുസ്ലിങ്ങൾ മദ്രസ വിദ്യാഭ്യാസം നടത്തുന്ന നമ്മുടെ ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിമൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, വിമൻ എംപവർമെൻ്റ് എന്നുള്ള മേഖലയിൽ നമുക്ക് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ മദ്രസയിൽ കൂടി എങ്ങനെ നമുക്ക് നമ്മുടെ വിമനെ എംപവർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ഓർക്കുന്നു, ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന ഒരു മുസ്ലിം വനിത, 2 കുട്ടികളുമായി വന്ന ഒരു മുസ്ലിം വനിത, വിദ്യാഭ്യാസം പകുതി ഉപേക്ഷിച്ചിട്ട് ഗൾഫിലേക്ക് ഭർത്താവിനോട് പോയ ഒരു മുസ്ലിം വനിത, എങ്ങനെയോ ഭർത്താവിൽ നിന്ന് പിണങ്ങി തിരിച്ചു വരേണ്ടി വന്ന ഒരു മുസ്ലിം വനിത, വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാതെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി എൻ്റെ മുന്നിൽ വന്നു. 10 കൊല്ലത്തിന് മുമ്പ് വിദ്യാഭ്യാസം വിട്ടെറിഞ്ഞ് ഭർത്താവിനോടൊപ്പം ഗൾഫിലേക്ക് പോയ ഒരു സാമ്പിളാണ്. അതുപോലെ ഒരുപാട് സാമ്പിളുണ്ട്. അവരെൻ്റെ മുമ്പിൽ നിന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. 2 കുട്ടികളുണ്ടായിരുന്നു, അവരുടെ അമ്മയുണ്ടായിരുന്നു. അതുപോലുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് വൈസ് ചാൻസലറായപ്പോൾ തന്നെ ഞാൻ പലപ്പോഴും അതിന് മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോഴും മാത്രമല്ല, അതിന് മുമ്പും എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വികാരം, നമ്മുടെ സൊസൈറ്റി നന്നാവണമെങ്കിൽ നമ്മുടെ വനിതകളെ എംപവർ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു വനിതയ്ക്ക് ജോലി വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടുമെന്ന് എല്ലാവരും പറയുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത ഉള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. നമ്മളോട് തോളുരുമ്മി ജീവിക്കുന്നവരാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാതലായിട്ടുള്ള അംശം അവരുടെ വിമൻ ഡെവലപ്മെൻറ്റ് തന്നെയാണ്, വിമൻ എഡ്യൂക്കേഷൻ തന്നെയാണ്, വിമൻ എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഗൾഫിൽ പോയി ജോലി ചെയ്ത് പണമയക്കുന്ന ഭർത്താക്കന്മാർക്ക് വീട്ടിലിരിക്കുന്ന ഭാര്യമാർ പലപ്പോഴും വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ കൂടി അവർക്ക് കിട്ടുന്ന പണം പ്രയോജനപ്പെടുത്തുന്നതിന് അവർക്ക് കഴിയുന്നില്ല. കുട്ടികളെ വളർത്താൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല, യോജിച്ച ഡ്രസ്സ് കൊടുക്കാൻ കഴിയുന്നില്ല, വേണ്ട രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. മദ്രസ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ത്രീ സമൂഹത്തെ ഈ പറഞ്ഞ മേഖലകളിൽ എത്രത്തോളം നമുക്ക് എംപവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഈ മതപഠനത്തോടു കൂടി നമ്മുടെ നേതാക്കളും വിദ്യാഭ്യാസ വിചക്ഷണരും ആലോചിക്കണം എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആലോചിച്ചത്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം വിഭാഗത്തിൽ ഏതാണ്ട് 25% ആൾക്കാർ ഡ്രോപ്പ് ഔട്ടായി പോകുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിൽ പോകുന്നില്ല, അല്ലെങ്കിൽ പോയിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നു. അതിനൊരു പ്രധാന കാരണം പറഞ്ഞത്, ആദ്യകാലങ്ങളിൽ തന്നെ കുടുംബത്തെ നോക്കേണ്ട ബാധ്യത അവർക്ക് വരുന്നത് കൊണ്ടാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. രണ്ടാമത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മദ്രസകളിൽ ഉള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള സൗകര്യങ്ങളും താഴ്ന്ന നിലവാരത്തിലുള്ള അധ്യാപന രീതികളുമാണ് എന്ന് പറഞ്ഞു. അതിന് സച്ചാർ കമ്മിറ്റി പറഞ്ഞ ഒരു പ്രധാന നിർദ്ദേശം, മദ്രസകളിലുള്ള ഭൗതിക സാഹചര്യം, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും അധ്യാപകരുടെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മേഖലയിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിച്ചു? നമ്മുടെ കുട്ടികളെ മതപഠനത്തിന് നമ്മൾ കൊണ്ടുവിടുമ്പോൾ അവിടെയുള്ള ഭൗതിക സാഹചര്യം, അവിടുത്തെ സാറന്മാരുടെ, അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റി, ഇത് രണ്ടും അവരുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല അവരുടെ സ്വഭാവ രൂപീകരണത്തെയും വല്ലാതെ ബാധിക്കും. ഈ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? മദ്രസകളുടെ എണ്ണം കൂട്ടുമ്പോൾ മദ്രസയിലുള്ള
ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് മനോരമയിൽ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്ന ഒരു റാഗിങ്ങിൽ അജ്മൽ എന്നുള്ള കുട്ടി മരിച്ച ഒരു സംഭവം, ഇന്നത്തെ പത്രത്തിൽ കണ്ട നിലമ്പൂർ ഭാഗത്ത് സെൽബ എന്നുള്ളൊരു കൊച്ചുകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കൊന്ന സംഭവം, ഇതെല്ലാം നമ്മളെ നടുക്കുന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം നമ്മളുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലകളിൽ എല്ലാം മുസ്ലിം വിഭാഗത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കേസാണ്. 2 മാസത്തിന് മുമ്പ് ഡൽഹിയിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു ഉന്നതനായ വൈസ് ചാൻസലർ, 60-65 വയസ്സുള്ള ഒരു വൈസ് ചാൻസലർ പറഞ്ഞ വാചകം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരെയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് പോയിൻ്റ്, നഷ്ടപ്പെട്ട പോയിൻ്റ്, കുറഞ്ഞു പോയ പോയിൻ്റ് അദ്ദേഹം പറഞ്ഞത്, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അച്ഛനമ്മമാരോട് നമ്മൾ കുട്ടികൾ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നു, വേണ്ടാത്ത കാണിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയോ എവിടെയോ നമ്മൾ നേതാക്കന്മാർ, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ മൂല്യാധിഷ്ഠിതം എന്ന് പറയുന്നതല്ലാതെ അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറ്റുന്നില്ല. അത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഡിസ്കഷന് വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കൈയോടെ അത് അക്സെപ്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയണത് നമ്മുടെ വീട്ടിൽ അച്ഛനെയും അമ്മയെയും വലിയുള്ള ആൾക്കാരെയും ബഹുമാനിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, നമ്മുടെ മതപരമായും നമ്മുടെ സാമൂഹ്യപരമായുള്ള നമ്മുടെ വാല്യൂ സിസ്റ്റം അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമുക്ക് കഴിയുന്നില്ല. മദ്രസയിൽ കൂടി നമുക്കത് കഴിയാൻ പറ്റുമോ? ഞാൻ ആകെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിനൊറ്റ അംശം, മുസ്ലിങ്ങൾക്ക് ഒറ്റ പോയിൻ്റ്, മുസ്ലിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരണമെങ്കിൽ 1 നമ്മുടെ വിമനെ എംപവർ ചെയ്യണം, 2 മൂല്യത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരണം, 3 നമ്മുടെ മദ്രസകളിൽ ഭൗതിക സാഹചര്യം കൂടി വരണം, 4 നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഗുണനിലവാരം കൂടിയിരിക്കണം. ഇതുകൊണ്ടെല്ലാം ആയെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ തോന്നിയിട്ടുള്ളത്, ഈ മദ്രസയിൽ രാവിലെ 2-3 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും? ഇതെല്ലാം നമ്മൾ തിയറിയായിട്ട് പറഞ്ഞു പോകും. ഇതാര് ചെയ്യും? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂല്യം വർദ്ധിപ്പിക്കാൻ ആര് എന്ത് ചെയ്യും? ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കാൻ ആര് എന്ത് ചെയ്യും? 10 മണി കഴിഞ്ഞാൽ ഉള്ള സമയം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി വന്നാൽ നമ്മളെ വീട്ടമ്മമാരെ പഠിപ്പിക്കാൻ ആര് എന്ത് ചെയ്യും? പല വീട്ടമ്മമാരിലും എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാന കാര്യം, രൂപ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലവാക്കാൻ അറിയാത്ത അമ്മമാരാണ് ഏറ്റവും കൂടുതലുള്ളത്. കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ അറിയാത്ത അമ്മമാരുണ്ട്, മുലപ്പാൽ കൊടുക്കാൻ അറിയാത്ത അമ്മമാരുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവയെ നമ്മൾ പലപ്പോഴും കണ്ടില്ല എന്നടിക്കുന്നു. ഇത് കൊച്ചു കൊച്ചു കാര്യമല്ല. ഈ കാര്യങ്ങളെ കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ സ്ത്രീകളിൽ ഊന്നിക്കൊണ്ട്, കുട്ടികളിൽ ഊന്നിക്കൊണ്ട്, ഒന്നും കൂടി പരിഷ്കരിച്ചുകൊണ്ട്, ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, ഭൗതിക സാഹചര്യം വർദ്ധിപ്പിച്ചുകൊണ്ട്, അധ്യാപകരുടെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ കാര്യമായ മാറ്റം നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കൂടുതൽ പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ല. എനിക്ക് പറയണമെന്ന് തോന്നിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഈ കൗൺസിലിന് കീഴിൽ വരുന്ന 311 മദ്രസകളും ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് നന്നായിരിക്കും, ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചുരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനില്ല. ചെറിയ ചോദ്യങ്ങൾ ആണ് നിങ്ങളോട് പറയാനുള്ളത്. ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് തുടങ്ങിയ മുതൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഒരാളെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മുതിർന്ന ഒരാളുടെ അറ്റൻഷൻ മുഴുവൻ ഇല്ലാതാവും. എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു, വീട്ടിൽ ബിരിയാണി ഉണ്ടോ ഇല്ലേ, ഞാൻ ബിരിയാണി കഴിച്ച് ഭാര്യ ബിരിയാണി കഴിക്കാതെയാണല്ലോ ഇരിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നുന്നുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുന്ന എപ്പോഴാണ് അവസാനത്തെ ബസ് എന്നുള്ളത് നമുക്ക് തോന്നും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. ഇനിയുള്ള ചെറിയ കുറേ ചോദ്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല.
അത് നമുക്ക് ലഭിക്കുന്ന കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മനഃശാസ്ത്ര പുസ്തകങ്ങളിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് കുട്ടിക്കാലത്തിനെ കുറിച്ചാണ്. ലോകത്തുള്ള ഒരുപാട് കുറ്റവാളികൾ അവരുടെ ജീവിതം മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും എത്തിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു കുട്ടിയെ ക്രിമിനൽ ആക്കണോ വേണ്ടേ എന്ന് ആർക്ക് തീരുമാനിക്കാൻ കഴിയും? അവൻ്റെ അച്ഛനും അമ്മക്കും തീരുമാനിക്കാൻ കഴിയും എന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു നല്ലൊരു കുട്ടിക്കാലം ഇല്ല എങ്കിൽ ആ കുട്ടി എന്തായാലും ക്രിമിനലാകാൻ സാധ്യതയുണ്ട്. ഒരു ക്രിമിനൽ ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യത അതാണ്. പിന്നെ പുസ്തകങ്ങൾ പറയുന്നുണ്ട് ആ കുട്ടിക്കാലത്തിനെ കുറിച്ച് ഫോർമേറ്റീവ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. അത്രയും ഫോർമേറ്റീവാണ്. കുട്ടി എന്താ നമുക്ക് ആക്കാൻ പറ്റും. അതുപോലെ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞ വേറെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ് ഇംപ്രിൻറ്റിങ്. മനഃശാസ്ത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇംപ്രിൻറ്റിങ്. കുട്ടിയുടെ മനസ്സിൽ എന്ത് സീലൊക്കെ കുത്തുന്നത് പോലെ അവൻ്റെ മനസ്സിൽ ഇംപ്രിൻറ്റിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുമാതിരിയുള്ള കുറേ കുട്ടികളെയാണ് നമുക്ക് മുമ്പിൽ കിട്ടുന്നത്. പിന്നെ ഒരുപാട് അഡ്ജക്റ്റീവ് പറയുന്നുണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ. ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള കുട്ടിക്കാലത്തിനെ കുറിച്ച്, ഒരാൾ ആരാകണം തീരുമാനിക്കുന്ന കുട്ടിക്കാലത്തിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ലഭിക്കുന്നത്. 2 സമയം എപ്പോഴാണ് കിട്ടുന്നത്? ഏറ്റവും പ്രഭാതത്തിലാണ് സമയം കിട്ടുന്നത്. ഏറ്റവും നല്ല സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ മാക്സിമം ഓപ്റ്റിമം നല്ല ടൈമാണ്, പ്രൈം ടൈമാണ് 7 മണിക്ക് കിട്ടുന്നതാണോ? ഇത് ഞാൻ മാത്രമേ സംസാരിക്കുന്നത്, അങ്ങനെ ക്ലാസ് ഇപ്പം ഇല്ല. അങ്ങനെയുള്ള ടൈം നമുക്ക് ലഭിക്കുന്നു. എന്നിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇതിലുള്ള വലിയൊരു പ്രശ്നം. നമ്മൾ കുറേ പ്രഭാഷണമൊക്കെ നടത്തി കഴിഞ്ഞു. ചൈനയിലൊരു പ്രോർബുണ്ട്, വഴികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ആമകൾക്കാണ് മുയലുകളെക്കാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥ ഫീൽഡ് റിയാലിറ്റി എന്താണെന്ന് അറിയുന്ന ആൾക്കാർ മുമ്പിലിരിക്കുന്ന അധ്യാപകരാണ്. കരിക്കുലം നന്നാകാം, ടീച്ചേഴ്സ് സംഭവം കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഫീൽഡ് റിയാലിറ്റി അറിയുന്നത് നിങ്ങൾ കുറേ ടീച്ചേഴ്സും മറ്റുള്ള ആളുകൾക്കാണ് അതിലുള്ള ഫീൽഡ് റിയാലിറ്റി എന്താണെന്നുള്ളത് അറിയുന്ന കാര്യം. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞൊരു കാര്യം, മദ്രസയിലുള്ള ഭൗതിക സൗകര്യങ്ങളെ കുറിച്ചുള്ളത്. ഈ ഭൗതിക സൗകര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണോ അല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭൗതിക സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണോ അല്ലേ? എന്താ അഭിപ്രായം? ആണോ? ആണ്. എന്നാൽ സാധാരണ ഷീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ക്ലാസ് എടുക്കുന്ന ആളുണ്ട്. ഇയാളുടെ ഒരു ക്ലാസ്സിന് 25,000 ആണ് ചാർജ്. നല്ല AC റൂം, ബിരിയാണിക്ക് കിട്ടും. 25,000 പോയി ആ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ക്ലാസ് മോശമാണെന്ന് ആൾ പറയില്ല, പറയാൻ സാധ്യതയില്ല. കാരണം 25,000 ആൾക്ക് മുതലാണെങ്കിലും പറയണം എന്ത്, ക്ലാസ് ഒന്നാന്തരമാണെന്ന്. നമ്മുടെ ചുറ്റുപാട് എങ്ങനെയുണ്ട്? നിറം പോലും പ്രധാനപ്പെട്ടാന്നാണ്. ചൈനയിൽ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ലിറ്ററേച്ചർ പറയുന്നത്, ചൈനയിലെ ഒരു ഹോട്ടലിൽ നീല നിറം മാറ്റിയപ്പോൾ 25% കച്ചവടം കുറഞ്ഞു എന്നാണ്. നിറത്തിൻ്റെ സ്ഥിതിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഭൗതിക സാഹചര്യം വളരെ പ്രധാനപ്പെട്ടത്. ഉദാഹരണമായിട്ട് സാധാരണ പറയാറുണ്ട്, ആയുർവേദത്തിൽ പറയുന്ന കാര്യമാണ്, നല്ല ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് തണുത്ത വെണ്ണ ഒഴിച്ചാൽ എന്താവും? വെണ്ണ ചൂടാവും. അതുപോലെ തണുത്ത പാത്രത്തിലേക്ക് ചൂടുള്ള വെണ്ണ ഒഴിച്ചാൽ പാത്രം ചൂടാവും. അപ്പോൾ ഇതുപോലെ ആ പരിസ്ഥിതി വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളുടെ സ്ഥിതി എന്താ? സാറ് പറഞ്ഞു, ഒരാൾ ഓർമ്മ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥ പറഞ്ഞു. ഏത് 30 കൊല്ലത്തെ ഓർമ്മ പരിശോധിക്കാൻ വേണ്ടി പഴയ മദ്രസയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സൈക്കാട്രിസ്റ്റ് പറഞ്ഞ് ഇയാൾക്കൊരു കുഴപ്പമില്ല എന്ന്. കാരണം പൊട്ടിയ കസേര കണ്ടപ്പോൾ ഇയാൾക്ക് നല്ല സന്തോഷം, കാരണം ഇയാൾ പഠിച്ച അന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഓരോ കാര്യവും അപ്പോൾ അത്രമാത്രം ചേഞ്ച് വന്നിട്ടുണ്ടോ? നമ്മുടെ മദ്രസകളിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നാണ്. ഒരു വലിയ ഹാളാണുള്ളത്. ഈ ഹാളിൽ ഒരാളുണ്ട് ക്ലാസ് എടുക്കുക. ഏത്? ശബ്ദത്തിൻ്റെ എല്ലാ നിയമങ്ങളും എതിരായിട്ടാണ് വരുന്നത്. ശബ്ദം അധികം കേട്ട് കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് തലവേദന ഉണ്ടാവും. കുട്ടി ആരെ ക്ലാസ്സാണ് കേൾക്കുന്നത്? ഒരു ഭാഗത്തുണ്ടാവും നബിൻ്റെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം, വേറെ സമയത്ത് ഫിഖ്, വേറെ സമയത്ത് ലോത്ത്, അങ്ങനെ ചെയ്യുക. കുട്ടി അങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കും, ഇടയ്ക്ക് ചിരിക്കും. കാരണം എന്താ? അടുത്ത ക്ലാസ്സിലെ മാസ്റ്റർ ഇതാണ്, വെറും കർട്ടൻ മാത്രമാണുള്ളത്, എന്തില്ല, ചുമര് പോലും ഇല്ല. ഇങ്ങനെയുള്ള അവസരങ്ങളില്ലേ? ഉണ്ടോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ ഭൗതിക സാഹചര്യം നമ്മൾ എങ്ങനെ മാറ്റും? അങ്ങനെ സ്ഥലമാണെങ്കിൽ വളരെ കുറവ്. ഒരു അധ്യാപകൻ കുട്ടിയെ ചോക്ക കൊണ്ട് എറിഞ്ഞ് കണ്ണുപൊട്ടി, പേപ്പറിൽ വായിച്ചിരുന്നു. അപ്പോൾ അത് സാധ്യത കൂടുതലാണ്. ഒക്കെ വാഗൺ ട്രാജഡി മാതിരിയുള്ള ചെറിയ റൂമുകളാണ്, വലിയ ചെറിയ റൂമുകളാണ് ഉള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മൾ സന്തോഷം, കുട്ടികൾക്ക് വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാണ്. ആ സംഭവം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കിൻഡർ ഗാർട്ടൻ എന്നൊക്കെ പറയാറുണ്ട്, കുട്ടികളുടെ പൂന്തോട്ടം. നമ്മുടെ മദ്രസ കുട്ടികൾക്കൊരു പൂന്തോട്ടം മാതിരി തോന്നുന്നുണ്ടോ? വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം,
അതേ സമയത്ത് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ കുട്ടി എല്ലാവരും കൂടി നിലവിളിക്കും. അപ്പോൾ ഇവർ വളരെ സ്കൂൾ മദ്രസയിൽ വരാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ തന്നെ കാണണ്ടേ. നാളെ അവധിയാണെന്ന് പറഞ്ഞാലുള്ള ബഹളം, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അടുത്തൊന്ന് ക്ലാസ് റൂമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്ലാസ് റൂമിൽ എയർ പാസ് ഇല്ല. ജനവാതിൽ ഉണ്ടോ എന്നാ. ജനവാതിലുള്ള വാക്കിൻ്റെ അർത്ഥം കാറ്റിൻ്റെ കണ്ണ് എന്നാ. ജനവാതിലുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് കാറ്റിൻ്റെ കണ്ണ് എന്നാ. കാറ്റ് വരുന്നതിനാണ് നമ്മൾ ജനവാതിൽ ഉപയോഗിക്കുന്നത്. ജനവാതിൽ അടച്ചാൽ പിന്നെ കാറ്റില്ല. നമ്മുടെ റൂമിൽ നല്ല എയർ പാസ് ഉള്ളതാണോ? എയർ പാസ് ഇല്ല എങ്കിൽ കുട്ടി എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയും. കുട്ടിക്കൊരു തോന്നുകയില്ല. കാർമേഘമുള്ള ദിവസം നമുക്ക് ഓക്സിജൻ അധികം കിട്ടാത്തത് കൊണ്ട് ശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ റൂമുകളാണോ നമുക്കുള്ളത്? ഓക്കെ, അങ്ങനെയുള്ള റൂമുകളാണ് എങ്കിൽ ആ റൂമുകൾ മാറ്റുന്നതിന് വേണ്ടി ശ്രമം നടത്തേണ്ടതില്ലേ? എപ്പോഴെങ്കിലും ക്ലാസ് റൂമിൻ്റെ പുറത്ത് പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടോ? കൈയൊന്ന് ഉയർത്തിയാണ്. ക്ലാസ് റൂമിൻ്റെ പുറത്ത് പോയിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ക്ലാസ് എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നാ? ഉണ്ടോ? ഇത്ര ആൾക്കാരുള്ളൂ. പുറത്ത് പോയിക്കാണ്ട് ക്ലാസ് എടുക്കാവുന്നുള്ളൂ. കുട്ടിയെ ഇരുത്തിയ ഒരു ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ ഇടയിൽ ഒരു കുറ്റവാളിയെ മാതിരി അങ്ങനെ ഇരിക്കുക. ഇവനതിന് രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ട് യൂണിഫോം ഉണ്ടെങ്കിലോ, ജയിലിലൊക്കെ ഉള്ള യൂണിഫോം ഇവനെ പിടിക്കാൻ പറ്റും പെട്ടെന്ന് യൂണിഫോം എവിടെയെന്നുള്ളത്. ഇത് കഴിഞ്ഞ ശേഷം ബെല്ലടിക്കുമ്പോൾ ഇവനിങ്ങനെ പാവായി വരുന്നുണ്ട്. സ്കൂളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ദുഃഖത്തോട് കൂടിയ കുട്ടി വരുന്നത്. പോകുന്ന സമയത്ത് എന്താ സന്തോഷം. നേരത്തെ ആ കഥകളൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികളുടെ പ്രാർത്ഥന കാരണം മദ്രസ കത്തിയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി അങ്ങനെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. എന്താടാ നിനക്ക് സന്തോഷമില്ല ചോദിച്ചപ്പോൾ മാസ്റ്റർമാർ കത്തിയിട്ടില്ലല്ലോ പറഞ്ഞു. ഇങ്ങനെയുള്ള കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അതാണ് വരുന്നത്. അവിടെ വെളിച്ചമുണ്ടോ എന്നുള്ളതാണ്. പിന്നെ വെളിച്ചം വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. MHRDൻ്റെ ടീം ഇവിടെ വന്നിരുന്നു പരിശോധിക്കാൻ വേണ്ടി, SSNൻ്റെ. അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലൊന്ന് നമ്മുടെ ക്ലാസ് റൂമുകളിലൊന്നും എന്തില്ല, വെളിച്ചം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് അവിടെ മുകളിൽ വെക്കാവുന്നുള്ളൂ, അപ്പോഴേക്കന്നെ വെളിച്ചം കിട്ടും. വെളിച്ചത്തിൻ്റെ അഭാവം ഉള്ളത്. ബോർഡ് എവിടെയുള്ളത്? 1-ാം ക്ലാസ്സിലെ ബോർഡ്, 2-ലെ ബോർഡ്, 3-ലെ ബോർഡ്. എവിടെയാണ് ബോർഡ് വെക്കുന്നത്? 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റിയ രീതിയിലാണോ ബോർഡ്? അല്ല. ബോർഡുണ്ടോ? ബോർഡുണ്ട്. ആ ബോർഡിൽ എത്ര കാലമായി അവിടെ ബ്ലാക്ക് ബോർഡ് പെയിന്റ് അടിച്ചിട്ട്? ബ്ലാക്ക് ബോർഡ് പെയിന്റ് അടിച്ചിട്ടോ? ബോർഡ് ഏതാ നിറം തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. ബ്ലാക്ക് ബോർഡിൻ്റെ ഇങ്ങനെ സംഭവങ്ങളുണ്ടോ? എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ ബ്ലാക്ക് ബോർഡ് പെയിന്റ് അടിക്കാത്ത കുറേ ബോർഡുകൾ. രണ്ടാമത്തത്, ആ ബോർഡ് 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ബോർഡ് എവിടെ വേണം? ഇവന് എത്തുന്ന സ്ഥലത്തായിരിക്കണം. ഇവൻ്റെ ഹൈറ്റിലായിരിക്കണം 1-ാം ക്ലാസ്സിലെ ബോർഡ്. ആ ബോർഡ് ഇല്ലാതെ അവൻ എങ്ങനെ എഴുതും? ജീവിതത്തിൽ ഒരിക്കലും അവൻ എഴുതുന്നില്ല. 2-ാം ക്ലാസ്സിലെ ബോർഡ് എങ്ങനെ വേണം? 3-ലെവിടെ വേണം? ആ ബോർഡിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന്. പിന്നെ അറബി ഭാഷൻ്റെ വലിയ ഗുണം കൊണ്ടാണ് ബോർഡിൽ എന്ത് എഴുതിയാലും മറവില്ലാത്തത്. കാരണം അത് എഴുതുന്ന വലത് ഭാഗത്ത് ഇടത്തോട്ടാണ്. അപ്പം മറണ പ്രശ്നം തന്നെയല്ല. അത് അള്ളാഹു പിന്നെ സുബ്ഹാനഹു വ തആല ഖുർആൻ്റെ ഭാഷ ആയതുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അറബി ലാംഗ്വേജിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എംഗൽസ് ഏത് ഭാഷയും പഠിച്ചെടുക്കും. ഇയാൾ പറഞ്ഞ അറബി എനിക്ക് കഴിയില്ല എന്നാ. 62 ഭാഷകൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ബോർഡിൻ്റെ രീതി 10 വർഷം മുമ്പുള്ള അതേ ബോർഡ് അതേമാതിരി കിടക്കുന്നത്. ഈ ബെഞ്ചും ഡെസ്കിൻ്റെ സ്ഥിതി എന്താ? ചെറിയ ബെഞ്ചുകൾ, ചെറിയ ഡെസ്കുകൾ. കുട്ടികളൊക്കെ അങ്ങ് ഇരിക്കുക. ഒരു 7-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അസുഖങ്ങൾ വന്നുകാണ്ട് എൻ്റെ മുതുക് അപ്പനെ ഒടിഞ്ഞിട്ടുണ്ടാവും. പെൺകുട്ടികളാണെങ്കിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? ചില മാസികയിലൊക്കെ വായിച്ചിട്ടുണ്ട്, സ്ത്രീകൾ പ്രസവിക്കാൻ തന്നെ പിന്നെ പ്രയാസം ഉണ്ടാവും, ചെറിയ കുട്ടികളെ. അപ്പോൾ അത്രമാത്രം പ്രയാസമുള്ള എന്താണ് ക്ലാസ് റൂം വളരെ സ്പേഷ്യസ്. എഡ്ജിൻ്റെ പാഠം പഠിപ്പിക്കണം എന്ന് വെക്കുക. എഡ്ജിൻ്റെ പാഠം എങ്ങനെ പഠിപ്പിച്ചത്? ആകെ ഒരു കസേര വെച്ച് അടുത്ത ദിവസം പറഞ്ഞാൽ എല്ലാവരും ഡ്രസ്സ് കൊണ്ടുവരണം. ഡ്രസ്സ് കൊണ്ടുവന്നുകാണ്ട് ഇങ്ങനെ ചുറ്റാൻ സമയം, തവാഫ് ചെയ്യാൻ സമയമുണ്ടോ? ചെയ്തോണം. ഹജ്ജ് എത്ര കാലമായി ഹജ്ജ് പഠിപ്പിക്കുന്നത്? ആരെങ്കിലും ക്ലാസ് റൂമിൽ ഒരു ഹജ്ജ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടോ? വേറെ കൈ ഉയർത്തിയാളെ ഉള്ള ആൾക്കാർ കാണുന്നില്ല. ഇവിടെ വെളിച്ചം കാരണം ഇവരെ മുഖത്തു നിന്നുള്ള വെളിച്ചമാണോ ഇതാണോ എന്നറിയില്ല. ഇതിലേക്ക് ഹജ്ജ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആൾക്കാരാകെ 2 ആൾക്കാരാണ്. എത്ര കാലമായി അത് ചെയ്യാമാവുന്നല്ലേ? ഒരു ദിവസം പറയാം നാളെ ഡ്രസ്സ് കൊണ്ടുവരണം, ഞാൻ ഹജ്ജ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ആ സംഭവങ്ങൾ നമ്മുടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ മൂന്നാമത്തെ ടോയ്ലറ്റ്. ഇനി അടുത്ത നല്ല ഇൻസ്പെക്ഷൻ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ 3.5 ലക്ഷം കിട്ടിയത് എങ്ങനെയാണ് ചെലവഴിച്ചതെന്നുള്ളത് നോക്കാൻ വേണ്ടി DD-യും DO വരുന്നുണ്ട്. ഒരു ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടില്ല, കാരണം കമ്പ്യൂട്ടർ 3ാമത്തെ വട്ടം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ടോയ്ലറ്റിന് സൗകര്യമാണ്. ടോയ്ലറ്റ് വളരെ നിർബന്ധം. ടോയ്ലറ്റ് ഉണ്ടോ ഇല്ലേ നിങ്ങൾ ആലോചിച്ചാൽ മതി. പെൺകുട്ടികൾ മൂത്രം തന്നെ ഒഴിക്കുന്നില്ല. എന്താ ഒഴിക്കാക്കാൻ കാരണം? വെള്ളമല്ല.
ഒരു മദ്രസയിൽ പോയപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരാൾ എൻ്റെ കൂടെ ഉള്ള ആൾ ചോദിച്ചു, മൂത്രം ഒഴിക്കാൻ ഇവിടെ പരിശീലനം നൽകുന്നുണ്ടോ എന്ന്. അവിടെ വെള്ളമല്ല ടോയ്ലറ്റ്, ഇവിടെ കല്ലായിരുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ ഹിജറ, മക്കയിൽ നിന്ന് മദീനത്തുള്ള ദൂരത്രേ, എവിടെ മക്ക കുട്ടികൾക്ക് അറിയാം എവിടെയാണ്, മദീന എവിടെയല്ല. തായിഫിലേക്ക് പോയി, എവിടെ ഈ തായിഫ്, എവിടെ സംഭവം, കർബല എവിടെയാണ് ആ യുദ്ധം നടന്നത്? ഇത് എപ്പോഴെങ്കിലും നബിയുടെ ചരിത്രം മൈൻഡ് മാപ്പ് എന്ന് പറയാറുണ്ട്. നബിയുടെ ചരിത്രം ആകെ പഠിപ്പിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിക്കാൻ 10 മിനിറ്റ് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നെയ്തി, മദീന നെയ്തി, മുഹാജിർ, അതുപോലെ അൻസാറുകൾ, ഹിജറ, അതിൻ്റെ വർഷം എന്താ ഹിജറ എന്നാ ഹാജറ ചെയ്തത് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതേമാതിരി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നബിയുടെ ചരിത്രം അങ്ങനെ ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? കൈ വരുത്തിയാണ് ആരൊക്കെ ഒന്ന് കാണട്ടെ, ഉണ്ടോ? അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, 2-3 ആൾക്കാരെ പഠിപ്പിക്കാത്തുള്ളൂ, മറ്റൊരൊക്കെ പഠിപ്പിച്ചതാ. യെസ്, ഓക്കെ. അതെ. അപ്പോൾ ആ സംഭവങ്ങൾ, സീന മരുഭൂമി എവിടെയുള്ളത്? ഹദർമൗത്ത് കേട്ടിട്ട്, മരണം ഹാജരായിരുന്ന എവിടെയാണിത് സംഭവം? യെസ്, ഓക്കെ. രണ്ടാമത്തെ പറയാൻ പോകുന്നത് ഒരു അടുത്തൊരു പുസ്തകം വായിച്ചു, ഫ്രം ബ്ലാക്ക് ബോർഡ് ടു ഇൻ്റർനെറ്റ് എന്ന്. ബ്ലാക്ക് ബോർഡിൽ നിന്ന് എവിടേക്ക് എത്തിയിട്ടുണ്ട്? ഇൻ്റർനെറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ലൈബ്രറി ഉണ്ടോ എന്നാ, ലൈബ്രറിയുടെ പുസ്തകം വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകം വാങ്ങി. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണോ വാങ്ങിയത്? ഒരു മദ്രസയിൽ ഞാൻ പോയി നോക്കിയപ്പോൾ വിധി വിശ്വാസം, അത് മുതിർന്നവർക്ക് തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാത്ത സംഭവമാണ്. അത് ചെറിയ കുട്ടികൾക്കുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ചില പുസ്തകങ്ങൾ കണ്ടപ്പോൾ അറബി കോളേജിൽ ഫൈനലിൽ പഠിക്കുന്ന ആ ബുക്ക് കൊണ്ടുവന്ന ആൾ ഭയങ്കര ശക്തനാണ്, അയാൾ സംസാരിച്ചാൽ ജയിക്കാൻ പ്രയാസമാണ്. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ബുക്ക്? കാരണം വളരെ സ്യൂട്ടബിളാണ്. 5% കൂടി ഇല്ല. ഇയാൾ കുറച്ച് അസുഖമുള്ള ആളുമാണ്, അപ്പോൾ അയാൾ സംസാരിച്ചാൽ രക്ഷപ്പെടൂല. അപ്പോൾ ഇതിൽ ഇതാണ് ആ പുസ്തകം ചൈൽഡ് ഫ്രണ്ട്ലി ആണോ, കുട്ടികളുമായി ബന്ധപ്പെട്ട പുസ്തകമാണോ എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ ഈ ഓർഡർ, മനഃശാസ്ത്രമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ രീതിയാണ് വരുന്നത്. സ്കൂൾ ഓർഡർ ഉണ്ടോന്നാ. ഹെഡ് മാസ്റ്റർ സെതിറിൻ്റെ റൂം എന്താ? ഒരു പൊട്ടിയ കസേര അവിടെ ഇരിക്കുക, കുറേ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്, ക്ലോക്ക് ആണെങ്കിൽ നടക്കാത്തൊരു ക്ലോക്ക്, എപ്പോഴും സമയം ഒന്ന് തന്നെ. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താണ് വരുന്നൊരു കുട്ടിക്ക് എന്താ? അയാൾക്ക് നല്ലൊരു സീറ്റ് കസേരക്കെ, എന്നിട്ട് തിരിയുന്ന കസേര ആണെങ്കിൽ അത്രയും നല്ലത്. എല്ലാ സമയവും സെതിർ ക്ലാസ്സിൽ, അല്ലെങ്കിൽ കുട്ടികളെ അധ്യാപകരെ നോക്കാൻ വേണ്ടി ഇതില്ല. അപ്പോൾ അതിലൊരു മാറ്റം വേണ്ടേ? പിന്നെ അത് മാറ്റം ഉണ്ടോ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടി. അടുത്ത ക്ലാസ്സിൽ മേശ ഉണ്ടോ എന്നുള്ളതാണ്. മേശ പുസ്തകവും മറ്റോ വെക്കാനാണ് മേശ. അധ്യാപകൻ അതിപ്പോൾ കയറേണ്ടിയിരിക്കുക, എന്നിട്ട് കാലൊക്കെ കാട്ടി കഥ ഹിസ്റ്ററിങ്ങ വായിക്കുക. നൂഹേ, അതിലുള്ള വാക്കാണ് നൂഹ് നബിനോട് അന്നത്തെ ആളുകൾ പറഞ്ഞതാണ്. എന്ന് അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു മാഷാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ എന്ത് ചെയ്യും? അതോടുകൂടി ആ ക്ലാസ് റെഡി. കുട്ടിക്ക് എന്താ മനസ്സിലാവുന്നത്? കുട്ടി അങ്ങ് നോക്കിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ വലിയൊരു വെറ്റ് 1-ാം ക്ലാസ്സിലെ കുട്ടിയോട് പറഞ്ഞു, ബിലാൽ അങ്ങനെ പറഞ്ഞു ഒക്കെ പറഞ്ഞു. ക്ലാസ് മാസ്റ്റർ അങ്ങനെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടി ചോദിച്ചു, അല്ല സർ, മത്സ്യ നബിനോട് സംസാരിക്കുമോ? ഓൻ ബിലാൽ എന്ന് വിചാരിച്ച മത്സ്യ അല്ല പ്രവാചകനല്ല. കുട്ടിയുടെ കാഴ്ചപ്പാടാണ്. ഈ അധ്യാപകൻ പറഞ്ഞ്, എന്താ ജാഹില, എനിക്ക് ഇനി ഇത് മനസ്സിലായിട്ടില്ലേ? ഇതിലാരാ ജാഹില്, കുട്ടിയാണോ മാഷാണോ? അപ്പോൾ ഇതേമാതിരിയുള്ള സംഭവങ്ങളാണ് അതിലെ. പിന്നെ കാണുന്ന സ്ഥലത്തൊക്കെ, അരിസ്റ്റോട്ടിൽ എന്ന ഒരാൾ വിദ്യാഭ്യാസ ഒക്കെ പറഞ്ഞ ആളാണ്. ഇയാൾ കാണുന്ന സ്ഥലത്തെല്ലാം വിജ്ഞാനം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മദ്രസയിൽ വന്നാൽ കാണുന്ന സ്ഥലത്തൊക്കെ വിജ്ഞാനം ഉണ്ടോ? എവിടെയെങ്കിലും ഒരു അറബിയിലുള്ള ഒരു ലൈന് കാണുന്നുണ്ടോ? ഇല്ലേ? ഒന്ന് എഴുതി വെച്ച ആൾക്കാരൊന്ന് കൈ ഉയർത്തിയാണ്. മദ്രസയിൽ എവിടെയെങ്കിലും ഒരു അറബിയിൽ 2 ലൈൻ വരുന്ന സമയത്ത് വിജ്ഞാനത്തിൻ്റെ പടികൾ ആണ് എന്തെങ്കിലും ഒരു സംഭവം. അതും അങ്ങനെ എന്തുണ്ട്, 4-5 ആൾക്കാരല്ല ചെയ്യാത്ത, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്. ഖുറാൻ പഠനത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടോ? കുട്ടികൾ എത്രയോ മാറിക്കഴിഞ്ഞു. കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? CD-കൾ ഉപയോഗിക്കുന്നുണ്ടോ? മറ്റുള്ളതാണ്. ഇമാം ഷാഫിയെ കുറിച്ചുള്ള ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഹിയറിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇമാം ഷാഫി 5-ാമത്തെ വയസ്സിൽ ഖുറാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പഠിക്കാനുള്ള കാരണം എന്ന് ഞാൻ അങ്ങനെ പിന്നാലെ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുള്ള, ഇയാളുടെ ഉമ്മ ഖുറാൻ പഠിച്ച ആളാണ്. എന്നിട്ട് 1 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഖുറാനാണ് ഓതുന്നത്. പാട്ട് പാടുന്നതിന് പകരം അമ്മ ഖുറാനാണ് ഓതുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു സ്വാധീനമാണ് സംഭവിക്കുന്നത്. എനിക്ക് വലിയൊരു വാശിയായിരുന്നു. എന്തുകൊണ്ട്? ആൾ ബുദ്ധിമാനായിരിക്കാം,
വലിയൊരു ജീനിയസ് എന്നൊക്കെ പറഞ്ഞ വിഭാഗത്തിലുള്ള ആളാണ് പെടുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നത്. അപ്പോൾ ഹിയറിങ് വലിയൊരു ഇമ്പോർട്ടൻ്റാണ്. എപ്പോഴെങ്കിലും CD-യുടെ ഖുറാൻ്റെ CD മദ്രസ ഇടാറുണ്ടോ? ഇടുന്നോല് കൈ വരുത്തിയാൽ മതി. ഉണ്ടോ CD? ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ എണ്ണങ്ങൾ കൂടി വരുന്നുണ്ട് വരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥിതി എന്താ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കുട്ടികൾ ഉറക്കിൽ നിന്നാണ് വരുന്നത്. വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഇവർ വളരെ വീക്കാണ്, ഭക്ഷണം അവർ കഴിക്കുന്നില്ല. സാധാരണ പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യണം? ബ്രെയിനി എന്ന് പറയില്ലേ. ബ്രെയിനി എന്ന് പറഞ്ഞാൽ തലച്ചോറിനെ സഹായിക്കും, നന്നായി കഴിക്കണം. ഒരാൾ രാവിലെ നന്നായി കഴിച്ചാൽ ഉച്ചക്കോ വൈകുന്നേരമോ കഴിക്കേണ്ടതില്ല. അതിൻ്റെ ഉച്ച ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട് വിത്ത് അവർ എനിമി എന്ന്, അല്ല ഗീവ് ടു അവർ ഫ്രണ്ട് എന്നാ, പകുതി ഫ്രണ്ടിന് കൊടുക്കുക ഉച്ച ഭക്ഷണം, മുഴുവൻ നമുക്ക് കഴിക്കണ്ട. രാത്രി ഭക്ഷണമോ ഗീവ് ഇറ്റ് ടു യുവർ എനിമി എന്നാ, ശത്രുവിന് കൊടുക്കണം. അപ്പം അതിൻ്റെ രീതിയാണ് പറഞ്ഞത്. ഈ രാവിലത്തെ ഭക്ഷണം കുട്ടി കഴിക്കുന്നുണ്ടോ എന്നാ. ശരിക്ക് ഒരു ഗ്ലാസ് പാല് നൽകുക, ബിസ്ക്കറ്റ് നൽകുക, അതിനുള്ള ഫണ്ടൊക്കെ കയ്യിലുണ്ട്. ഇപ്പോൾ കിട്ടിയാൽ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നൽകാവുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഒരാളെ സ്പോൺസർ ചെയ്യാവുന്നുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കൺവെർജൻസാണ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നിന്നാ സഹായം നമ്മൾക്ക് കിട്ടുന്ന. ചില ആൾക്കാർ സംഭാവന പിരിക്കാൻ പോയ സമയത്ത് അറിയും, അവിടെ എനിക്കറിയാം, എന്ത് സമ്മേളനം പറഞ്ഞാലും തരൂല എന്ന് പറയും. അയാളടുത്ത് പോയി സമ്മേളനത്തിന് ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞാൽ എത്ര വേണ്ടി അയാൾ റെഡിയാണ്. അയാൾ ഭക്ഷണത്തിൻ്റെ ഒരാളാണ്. ഇയാളുടെ ഇത് അതാണ്, അയാളെ നല്ല മനസ്ഥിതിയാണ്, ഒന്നിനും നൽകില്ല. യൂണിഫോം വേണം, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇയാളൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ അയാളുടെ വീക്ക്നെസ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അത് ചെയ്യേണ്ടി വരും. ഇതാണുള്ളത്. അപ്പോൾ കുട്ടികൾ ഹംഗ്രി മാൻ ഈസ് ആംഗ്രി മാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് അത്ര വിശപ്പുള്ള ഒരാൾ നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ അവിടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തുള്ളത്. പിന്നെ പ്രിൻസിപ്പാളെ റൂമിനെ കുറിച്ച് പറഞ്ഞു, മോണിറ്ററിങ് ഉണ്ടോ എന്നാ. ഒരു മോണിറ്ററിങ് അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. മോണിറ്ററിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ, മോണിറ്ററിങ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്, അത് വേറെ കാര്യം. ഒരാൾ വന്ന് നിങ്ങളെ ക്ലാസ്സിൽ ഇരിക്കുന്നതും അത് നിങ്ങളെ കാര്യം ശ്രദ്ധിക്കുന്നതും ഇഷ്ടമാണോ എന്ന്. അത് രണ്ട്, അമേരിക്കയിലോ സ്വിറ്റ്സർലാൻഡിലോ എന്താ സംഭവിക്കുന്നത്? ഒരു ഡിഗ്രി കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ ശേഷം വേറെ ഡിഗ്രി എഴുതണം. ഇവിടെ ടെറ്റ് ഇപ്പോൾ എഴുതാൻ പറഞ്ഞപ്പോഴേക്കന്നെ സമരം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ പോലെ തന്നെ റഷ്യയിലുള്ള ആൾ പറഞ്ഞു ഞാൻ 1ാം ക്ലാസ്സിലെ ടീച്ചറാണെന്ന് പറയുന്ന. നമുക്കങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ എന്ന്? 1ാം ക്ലാസ്സിലെ ടീച്ചറാണ് ഞാൻ എന്ന് അവൾ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്പാൻ എന്നുള്ളൊരു മാസികയിൽ വന്ന കഥ പറയുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഇതുപോലെ ട്രെയിനിങ്ങിൽ അധ്യാപകരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ എനിക്ക് കിനാവ് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളെ കുട്ടികളെ പോലെ കിനാവ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മളെ കുട്ടികൾ കാണുന്ന കിനാവിനനുസരിച്ച് കിനാവ് നിങ്ങൾക്ക് കിനാവുണ്ടോ? ഉണ്ടോ? അപ്പോൾ അതാണുള്ളത്. ഒരു കിനാവ് കാണുക, പിന്നെ എവിടേക്കാണ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ അവസാനത്തെ ചോദ്യമാണ് നമ്മൾ തീർക്കണ. 2 മിനിറ്റുള്ള, 1 മിനിറ്റ് കൂടി, 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. പിന്നെ നിങ്ങളിതിൽ സാറ്റിസ്ഫൈഡ് ആണോ? സത്യം പറഞ്ഞാൽ മതി. വളരെ ഹാപ്പിയാണോ? ടീച്ചർ ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയേണ്ട. ആകെ ഒരാൾക്ക് എത്ര കിട്ടുന്നത്? 2000-ൽ കൂടുതൽ കിട്ടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട്? എനിക്ക് തോന്നുന്നില്ല. 2000 എന്ന് പറഞ്ഞാൽ UGC സ്കെയിലിൽ ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്ന സംഖ്യയാണ്. എന്നിട്ട് ഈ അധ്യാപകനോട് എന്താ പറയുന്നത്? കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ മദ്രസ കമ്മിറ്റി അതിലേക്ക് ഏറ്റവും പറ്റാത്ത ആൾക്കാർ. അപ്പോൾ ഈ സ്ഥിതി മാറണം. ടീച്ചേഴ്സ് നല്ല എമൗണ്ട് പേ ചെയ്യണം, എന്നാലല്ലേ അവർക്ക് പുസ്തകം വായിക്കാനൊക്കെ കഴിയും. അതല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ നമ്മൾ കുട്ടികളെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും മാറും? അന്വേഷിക്കേണ്ടതാണ്. അതിന് വലിയൊരു മാനസിക പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാറ്, 2000-ലധികം കിട്ടുന്ന ആരുമില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെയൊക്കെ നല്ലൊരു സംവിധാനം വേണം. ഇത് വരിസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇന്ന് ഒരു ഇറച്ചി 1 കിലോ വാങ്ങാൻ 150 രൂപയെ, എന്നാൽ വരിസംഖ്യ 50 രൂപ 60 രൂപ എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകന് ഫ്രഞ്ച് വിപ്ലവം നടക്കണ മാതിരിയാണ്, ഒരു സ്വാതന്ത്ര്യ സമരം മാതിരി. എന്ത് വിരോധാഭാസമാണ്? ശരിക്കും സാലറി എന്തായിരിക്കണം? നേരെ ഓപ്പോസിറ്റ് ആക്കണം. മദ്രസ അധ്യാപകന് 25,000, എന്നിട്ട് അധ്യാപകന് അതിൻ്റെ പകുതി 12,500. ആ രീതിയിലേക്ക് മാറ്റണം. നടക്കുമെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവസാനത്തെ 1 മിനിറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് സമയത്ത് കുട്ടി വളരെ എന്താവും? എന്തൂസിയാസം പറഞ്ഞ വാക്കുണ്ട്. എന്താ എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കുട്ടി വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, വളരെ ഉന്മേഷവും ആവേശമൊക്കെ ഉണ്ടാവും. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? അധ്യാപകന് നല്ലൊരു മാനസികാവസ്ഥ വേണം, കുട്ടിക്ക് നല്ലൊരു മാനസികാവസ്ഥ വേണം, അതുപോലെ മാനേജർക്ക് വേണം, ജനങ്ങൾക്ക് വേണം. എല്ലാം കൂടി കഴിയുമ്പോഴാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഒരു മദ്രസ അധ്യാപകൻ്റെ മാത്രം ഒരു പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നില്ല. മദ്രസ അധ്യാപകൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം പറഞ്ഞിട്ട് കാര്യമില്ല.
മദ്രസയിൽ ഒരു അധ്യാപകൻ ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം 1ാം ക്ലാസ്സിൽ പോയി 2 പീരീഡ് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചോടെ ഇരുന്ന്. കാരണം ആ കുട്ടികളെ നിയന്ത്രിക്കാൻ അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നല്ല ട്രെയിനിങ്ങുകൾ നമുക്ക് ഉണ്ടാവണം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, കുറച്ചുകൂടെ സജീവമായിട്ട് മാറും. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾ വളരെ എന്തൂസിയാസ്റ്റിക് ആവും. എന്തൂസിയാസം എന്നുള്ള വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? എൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇൻസൈഡ് എന്ന്. ആ വാക്ക് ഇങ്ങനെ ഉണ്ടായത് പറയാണ്. എൻ എന്നാൽ ഇൻസൈഡ്. തിയോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഗോഡ് എന്നാണ്. ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പോൾ എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ദാറ്റ് ഗോഡ് ഈസ് ഇൻസൈഡ് യു. ദൈവം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ. അതന്നെയാണ് നമ്മുടെ പ്രമേയം. എന്താ? അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ദൈവമുള്ള അവസ്ഥ. എപ്പോഴാണ് അവസ്ഥ ഉണ്ടാകുന്നത്? വളരെ എന്തൂസിയാസ്റ്റിക് ആകുമ്പോൾ. എപ്പോഴാണ് എന്തൂസിയാസം ഉണ്ടാകുന്നത്? ദ സ്റ്റേറ്റ് ദാറ്റ് ഗോഡ് ഈസ് ഇൻസൈഡ് യു. ആ സമയത്ത്. അപ്പോൾ ഇത് ഉണ്ടാകണമെങ്കിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പഠനമൊക്കെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ കുട്ടികൾ വളരെ വിശുദ്ധരായിട്ട് മാറും. ഇത് തന്നെയാണ് അധ്യാപകൻ ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതും എന്താ വാക്ക് എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടും, അത്ര മനോഹരമായിട്ടുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആര്? മദ്രസ അധ്യാപകന്മാർ. അവർ സംഘടിതരല്ല. അവരുടെ ദുഃഖങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇയാൾ നല്ലൊരു മാനസികാവസ്ഥയിലാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അയാൾ എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാധാരണ പറയാണ്ട് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന്. ആ മാനസികാവസ്ഥ നിങ്ങൾ കൈവരിക്കണം. കേരളത്തിലുള്ള കുട്ടികളുടെ മനസ്സ് മുഴുവനും നിങ്ങളിലാണുള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു പെന്നിൽ മഷി കഴിഞ്ഞു, അതുകൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞ ആത്മഹത്യ ചെയ്തു എന്ന്. മനസ്സിലായിരുന്നു? ബസ് കാത്തിരിക്കുന്നു, ബസ് കറക്റ്റ് ടൈമിൽ വന്നില്ല, ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ഇത് വലിയൊരു ടെൻഡൻസിയായി വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ കുട്ടി 6ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ മരിക്കുക. നെറ്റിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള നിർവചനമുണ്ട്. ഫൈൻഡിങ് എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ എ ടെമ്പററി പ്രോബ്ലം. താൽക്കാലിക പ്രശ്നത്തിന് പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? മുഖക്കുരു വന്നല്ലോ. അപ്പോൾ അതിനുള്ള ആത്മഹത്യ തലനല്ലാതാക്കി. അപ്പോൾ കുട്ടികൾ നല്ല മാനസികോർജം ഓർക്കുക. ടെമ്പററി പ്രോബ്ലം വളരെ ടെമ്പററിയാണ്, അതിന് പെർമനൻറ്റ് സൊല്യൂഷന് അല്ല വേണ്ടത്, ടെമ്പററി സൊല്യൂഷനാണ് എന്ന് പറഞ്ഞ് കുട്ടിയുടെ മാനസികാവസ്ഥ വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. 25 മിനിറ്റ് ആയി കഴിഞ്ഞു, നിർത്തുന്നു. എല്ലാ അഭിവാദ്യങ്ങളും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, ഈ സദസ്സിലുള്ള അധ്യാപക സുഹൃത്തുക്കൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് കാലത്ത് മുതൽ വളരെ ത്യാഗം സഹിച്ചിവിടെ എത്തിയ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വേദി ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ഡോക്ടർ എം അബ്ദുസ്സലാം, ഇതിൽ അധ്യക്ഷം വഹിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ എം സലാഹുദ്ദീൻ മദനി, ഇവിടെ സ്വാഗതം ആശംസിച്ച സി അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി, വിഷയാവതരണം നടത്തിയ PM A ഗഫൂർ, പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച കുഞ്ഞമ്മദ് പുലോത്ത് സർ, CT മുഹമ്മദ് സർ, DEO P സഫറുള്ള തുടങ്ങി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ ഈ ലോകത്തും സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. മർക്കസുദ്ദഅവ, RM റോഡ്, കോഴിക്കോട്.